ഇന്ന് ലോക പ്രശസ്തനായ ഒരു ഇന്ത്യക്കാരൻ്റെ പിറന്നാളാണ്. ആളിപ്പോൾ ഫേമസ് ആണെങ്കിലും മുമ്പ് നൊട്ടോറിയസ് ആയിരുന്നു. കയ്യിലിരിപ്പുണ്ട്. അമേരിക്ക വരെ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ ഒരാളാണ്. പിന്നീട് അത് നീക്കി. അതിന് കാരണമുണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആളെ പെട്ടെന്ന് മനസ്സിലാവും. ഇരിക്കട്ടെ, ഞാൻ കുറച്ച് ക്ലൂ തരാം. എന്നിട്ട് ആളെ പറയുന്ന ആളുകൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ഉണ്ടായിരിക്കും. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭരണപരമായ മണ്ടത്തരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഡിസാസ്റ്റർ, മോനുമെന്റൽ ഡിസാസ്റ്റർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, ഓർഗനൈസർ ലൂട്ട് എന്നും ലീഗലൈസർ പ്ലണ്ടർ എന്നും വിശേഷിപ്പിക്കപ്പെട്ട നോട്ട് നിരോധനത്തിൻ്റെ ഉപജ്ഞാതാവാണ്. കഴിഞ്ഞ 4-5 പതിറ്റാണ്ടിനിടയ്ക്ക് രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഇവിടെ സൃഷ്ടിച്ച ആളാണ്. 2022 ആകുമ്പോഴേക്കും ഈ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും വീടുണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്തിട്ട് നിറവേറ്റാത്ത ഒരാളാണ്. എന്തിന് ലോക ചരിത്രത്തിൽ തന്നെ വിദ്യാഭ്യാസ യോഗ്യത പരസ്യപ്പെടുത്താൻ ഇഷ്ടപ്പെടാത്ത ഒരു ഭരണാധികാരിയാണ്. ഞാൻ പഠിച്ചു എന്ന് അവകാശപ്പെടുന്ന സർവകലാശാലകളോട് വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള വിവരങ്ങൾ മറച്ചു വെക്കണമെന്ന് പറയുന്ന ഒരാളാണ്. അതുപോലെ തന്നെ മുമ്പ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഒബാമ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ 10 ലക്ഷത്തിൻ്റെ സ്യൂട്ടിട്ട് നിന്ന പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ്. സ്വന്തം രാജ്യത്തൊരു സംസ്ഥാനത്ത് ഒരു എത്നിക് കോൺഫ്ലിക്റ്റ് ഉണ്ടായപ്പോൾ ആ സംസ്ഥാനം സന്ദർശിക്കാതെ 47 വിദേശ രാജ്യങ്ങൾ ചുറ്റിയടന്ന ഭരണാധികാരിയാണ്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ മാ എന്നൊരു അക്ഷരം മിണ്ടാതെ, അല്ല 2 അക്ഷരം മിണ്ടാതെ, ലോകത്ത് പല ഭാഗങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഇടപെട്ട് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് സ്വന്തം അണികളെ കൊണ്ട് എന്നെ വിശ്വഗുരു എന്ന് മുദ്രാവാക്യം വിളിപ്പിച്ച ആളാണ്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിനെ ഡോളൻ ട്രംപ് എന്ന്, അമാര ഫ്രണ്ട് ഡോളൻ ട്രംപ് എന്ന് പ്രഖ്യാപിച്ച ആളാണ്. പണ്ട് ശ്രീലങ്കൻ പ്രസിഡന്റായിരുന്ന സിരിസേന ഇന്ത്യ സന്ദർശിച്ചപ്പോൾ പ്രസിഡന്റ് സിരിസേന, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മിസ്സിസ് സിരിസേനയെ MRS സിരിസേന എന്ന അഭിസംബോധന ചെയ്ത ആളാണ്. ഇത്രയൊക്കെ ആയപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലായി ഉണ്ടാവും. കുറേ വിശേഷങ്ങൾ ഇനിയും എഴുതി ചേർക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന വളരെ യുണീക്കായ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ എഴുതി ചേർക്കുക. ആളാരാണെന്ന് പറയുക.